യാത്ര ഇന്നെത്തി നിൽക്കുന്നത് പത്തനംതിട്ട അരുവാപ്പുലം പഞ്ചായത്തിലെ ഒരു കാർഷിക കഫയിലാണ്. അപ്പോൾ വോട്ട് വണ്ടിക്ക് എന്താണ് കാർഷിക കഫയിൽ കാര്യമെന്നല്ലേ? ഒരു ഗ്രാമപഞ്ചായത്തിലെ അവിടെയുള്ള കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അരി ഉപയോഗിച്ച്, മുളക് ഉപയോഗിച്ച്, അവരുടേതായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു കാർഷിക കഫയിലാണ് നമ്മൾ ഇന്ന് ബോട്ട് യാത്രയുമായി എത്തിയിട്ടുള്ളത്. കാച്ചിലും കുലകളും മാത്രമല്ല, ഇവിടെ അരുവാപ്പുലത്തുള്ള കർഷകർ ജൈവികമായ രീതിയിൽ, സ്വാഭാവികമായ രീതിയിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഈ കാർഷിക കഫയിൽ വിപണനത്തിനുള്ള ഒരു സാഹചര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട്. കർഷകർക്ക് ഇവിടെ വന്ന് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാം, മറ്റുള്ളവർക്ക് അത് വിൽക്കാനുള്ള സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ കാർഷിക വിഭവങ്ങൾ ഉപയോഗിച്ചാണ് കർഷക കഫയിലെ ഊണും മറ്റ് പലഹാരങ്ങളുമൊക്കെ തയ്യാറാക്കുന്നത്. അരുവാപ്പുലത്തിൻ്റെ തനത് സ്വാദ് അത് ആളുകളിലേക്ക് എത്തിക്കാനുള്ള മാർഗം കൂടിയാണ് കർഷക കഫേ. ഇവിടെ ഇത്രത്തോളം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നത്, വിളമ്പുന്നത് ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരായ കുടുംബശ്രീയിലെ ചേച്ചിമാർ തന്നെയാണ്. അതിലൂടെ ഒരു വരുമാന മാർഗം അവർക്കും ലഭിക്കുകയാണ്. അതുതന്നെയാണ് ഈ കർഷക കഫേ. തനത് വിഭവങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് അത് ഭക്ഷ്യോൽപ്പന്നങ്ങളാക്കി അത് ഉണ്ടാക്കി വിറ്റ് അതിലൂടെ ഒരു വരുമാന മാർഗം കണ്ടെത്താൻ കുടുംബശ്രീയിലെ ചേച്ചിമാർക്കും കഴിയണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിൻ്റെ കാർഷിക കഫേ എന്നുള്ള ഒരു ഹോട്ടൽ സംരംഭം ആരംഭിക്കുന്നത്. ഞങ്ങളിപ്പോൾ 1.5 വർഷത്തോളമായി ഇത് നിലവിൽ തുടങ്ങിയിട്ട്. മാറ്റമൊക്കെ ഉണ്ട്. ഞങ്ങൾ വീടിനുള്ളിൽ തന്നെ മാത്രം കുടുംബശ്രീയുടെ പ്രവർത്തനം കൊണ്ട് മാത്രം ഇരുന്നതായിരുന്നു. അപ്പം ഇത് അരുവാപ്പുലം പഞ്ചായത്തിൻ്റെ നമ്മുടെ കൃഷി ഓഫീസറും നമ്മുടെ പുതിയ പ്രസിഡൻ്റായിട്ട് വന്ന രേഷ്മ മറിയം റോയ് എൻ്റെ വാർഡ് മെമ്പറും കൂടാണ്, ഞങ്ങളുടെ അയൽവക്കമാണ്. അപ്പം എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് ഇത് ഇങ്ങനൊരു സംരംഭം തുടങ്ങണമെന്ന് തുടങ്ങി. അപ്പം നല്ല വിജയമുണ്ട്. ഇപ്പം നിലവിൽ 6 പേര്, 2 പേര് പുരുഷന്മാരും 4 സ്ത്രീകളുമാണ്. ഞങ്ങൾ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ. ഇവർ 2 പേര് സ്റ്റാഫായിട്ട് ഇവിടെ എടുത്തേക്കുക. പിന്നെ എൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും എന്നും വരും. കാര്യങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു 2 പേരും. ഞങ്ങൾ ഇവിടുത്തെ മേൽനോട്ടവും ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്നു, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. എന്തൊക്കെ വിഭവങ്ങളാണ്? പരിപ്പട ഇടും, പൊറോട്ട അടിക്കും, ഉഴുന്നുവട, ഉള്ളിവട, ബജി എല്ലാം ഇടും, ചായ അടിക്കും, എല്ലാം ഇടും, പഴംപൊരി എല്ലാം ഇടും. പിന്നെ ചോറിന് ഈ ഹോട്ടലിലെ മെനു എന്തൊക്കെയാണ്? പുഴുക്ക്, ചമ്മന്തി, കഞ്ഞി, ചോറ്, കറികൾ, സാമ്പാർ, ചിക്കന് എല്ലാം എടുക്കും. ചേച്ചി, നമുക്കൊരു വരുമാന മാർഗം കൂടിയാണ് അല്ലേ ഇത്? അതെ. സാധനങ്ങളൊക്കെ ഞങ്ങൾ കാർഷിക സാധനങ്ങളെല്ലാം കർഷകർ കൊണ്ടുവരും. അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങും. അതിവിടെ പുഴുക്കിനൊക്കെ ഉള്ള സാധനങ്ങൾ. പിന്നെ ഇവിടെ തികഞ്ഞില്ല, ഞങ്ങൾ വകയാറ് വിപണിയുണ്ട്, വിപണിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും. എല്ലാ ചൊവ്വായും വെള്ളി അവിടെ വിപണിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാച്ചിലും ചേമ്പും ചേനയെല്ലാം പിന്നെ കർഷകരും കുറേ കൊണ്ടുവരും. ഇവിടെ നമ്മൾ കുറച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുമുണ്ട്. നമ്മളിവിടെ പുഴുങ്ങാനും കറി വയ്ക്കാനും എല്ലാം എടുക്കുന്നു സാധനങ്ങൾ. അപ്പോൾ അരുവാപ്പുലത്തിൻ്റെ തനത് സ്വാദറിഞ്ഞ നാട്ടുവണ്ടി വോട്ട് യാത്ര പത്തനംതിട്ടയിലൂടെ യാത്ര തുടരുകയാണ്.